വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്ന എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റും അതിന്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റ്സ്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെയിം പ്ലാന്റ് സാപ്പിയൻസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒവ്യൂൾസിൻ്റെ ഡെവലപ്മെന്റ് അല്ലെ ഒവ്യൂൾസിൻ്റെ സ്ട്രക്ചർ, അനാട്രോപ്പസ് ഒവ്യൂൾസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ആൻജിയോസ്പെംസിൽ കാണുന്നത്. ആ ഒരു അനാട്രോപ്പസ് ഒവ്യൂൾസിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വേറെയുള്ള കുറേ ടൈപ്സ് ഓഫ് ഒവ്യൂൾസും കൂടി അടുത്ത ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. സോ അതിനുശേഷം വരുന്ന അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്ത പാർട്ടാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ്. സോ അതിനു മുന്നേ അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. സോ അത് കാണാത്തവർ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. സോ ഇതാണ് ഒരു സ്ട്രക്ചർ, ഒവ്യൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ന്യൂസെല്ലസി എന്ന് പറയുന്ന പാർട്ട് അല്ലേ. ആ ന്യൂസെല്ലസി എന്ന് പറയുന്ന പാർട്ടാണ് എംബ്രിയോ സാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എംബ്രിയോ സാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂസെല്ലസി എന്ന് പറയുന്ന പാർട്ടാണ്. സോ ആ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ ഒരു ന്യൂസെല്ലസിൽ കുറേ സെൽസ് ഉണ്ട് കേട്ടോ. ആ ന്യൂസെല്ലസിലുള്ള കുറേ സെൽസിൽ ഒന്നോ രണ്ടോ സെൽസ് മാത്രം എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യും. സം സെൽസ് ഓഫ് ദ ന്യൂസെല്ലസ് എൻലാർജ്. മോസ്റ്റ് കേസിൽ ഒറ്റൊന്ന് മാത്രമായിരിക്കും അധിക കേസിലും എൻലാർജ് ചെയ്യുന്നത്. ആ എൻലാർജ് ഇവിടെ ഇതാണ് കേട്ടോ ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന എംബ്രിയോ സാക്കിന് നറിഷ്മെന്റ് കൊടുക്കാനാണ് ഫംഗ്ഷൻ. സോ ആ ന്യൂസെല്ലസിൽ കാണുന്ന ഒരു സെൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെല്ല് എൻലാർജ് ചെയ്തിട്ട് MMC ആയിട്ട് ആക്ട് ചെയ്യും. MMC എന്ന് വെച്ചാൽ മെഗാസ്പോർ മദർ സെൽ. ഈ ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ് നമ്മൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവ 2N ആണ്, ഡിപ്ലോയിഡ് ആണ് കേട്ടോ. ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ ഡെവലപ്പ് വിത്തിൻ ദ ഒവ്യൂൾ. ഒവ്യൂളിന്റെ ഉള്ളിൽ ന്യൂസെല്ലസിലെ ചില സെൽസ് എൻലാർജ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ഈ ഒരു മെഗാസ്പോർ മദർ സെല്ലിന് എന്ത് സംഭവിക്കുകയാണ്? മിയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ ഉണ്ടാകും. ഇത് ഡിപ്ലോയിഡ് ആണ്. ഈ ഒരു ഡിപ്ലോയിഡ് MMCയിൽ നിന്ന് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ ഉണ്ടാകുകയാണ്. പക്ഷേങ്കിൽ ഈ 4 ഹാപ്ലോയിഡ് എണ്ണം ഉണ്ടാകുമെങ്കിലും നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് പഠിച്ചപ്പോൾ 4 ടെട്രാഡ് ഉണ്ടാകുന്നുണ്ട് പഠിച്ചു. പക്ഷെ അത് 4ഉം ഫങ്ഷണൽ ആണ് അല്ലേ. പക്ഷേ നമ്മൾ ഫീമെയിൽ പാർട്ടിന്റെ കേസിൽ വരുമ്പം ഈ മെഗാസ്പോർ 4 എണ്ണത്തിൽ ഒന്ന് മാത്രമേ ഫങ്ഷണൽ ഉള്ളൂ. ഓൺലി 1 മെഗാസ്പോർ ബിക്കം ഫങ്ഷണൽ, അതർ 3 ഗെറ്റ്സ് ഡീജനറേറ്റ്. 3 എണ്ണം നശിച്ചു പോകും, ഒന്ന് മാത്രം ഫങ്ഷണൽ ആയിട്ട് മാറും. ആ ഫങ്ഷണൽ ആയ മെഗാസ്പോർ സർവൈവ് ചെയ്തിട്ട് ആ ഫങ്ഷണൽ ആയ മെഗാസ്പോറിൽ നിന്നാണ് നമ്മളുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്. ആ എംബ്രിയോ സാക്ക് ഉണ്ടാകണമെങ്കിൽ അവിടെ 3 മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. എന്നിട്ട് അവിടെ 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഷോർട്ട് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഇനി ഒരു എംബ്രിയോ സാക്ക് എങ്ങനെയാണ് ഈ ഒരു 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്നതെന്നും കൂടി പറയാം. സോ നെക്സ്റ്റ് പറയുന്നത് മെച്യൂർ എംബ്രിയോ സാക്ക് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എന്താണ് മെഗാ ഗ്യാമറ്റോജെനസിസ്. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടല്ലോ, നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന് ഒറ്റ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. ആ ന്യൂക്ലിയസിന് 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയാണ്. ഓക്കെ, ആദ്യം ഒന്ന് എത്രയായിട്ട് മാറും? 2 എണ്ണായിട്ട് മാറും. നമുക്കിത് എടുക്കാം. ഓക്കെ, ഒരു 1 2 എണ്ണായിട്ട് മാറും. ഈ 2 എണ്ണം പിന്നെയും ഡിവിഷൻ നടന്നിട്ട് എത്ര എണ്ണാകും? 1 2 3 4 എണ്ണായിട്ട് മാറും. ആ 4 എണ്ണം പിന്നെയും നടക്കും, ഓരോന്നിനും നടക്കും. എത്ര എണ്ണായിട്ട് മാറും? അതിന്റെ ഇരട്ടിയായിട്ടുള്ള 8 എണ്ണായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് ഒരു ഫീമെയിൽ ഗ്യാമറ്റിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 3 പ്രാവശ്യം മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. 8 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. ഓക്കെ, ആ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിന്റെ കൂടെ തന്നെ
സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ട് 7 സെല്ലുള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും. സോ അത് മറക്കരുത്. നമ്മളുടെ എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റഡും 7 സെൽഡ് സ്റ്റേജ് ആണ്. 8 ന്യൂക്ലിയസും 7 സെല്ലും ഉള്ള ഒരു സ്റ്റേജ് ആണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഇതാണ് മെഗാ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡിവിഷൻ നടന്നിട്ടാണ് ഈ ഒറ്റ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് ആയിട്ട് മാറുന്നത്. 3 മൈറ്റോട്ടിക് ഡിവിഷൻ. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ ന്യൂക്ലിയസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു എംബ്രിയോ സാക്ക് ഉണ്ട്. ജസ്റ്റ് ഒരു എംബ്രിയോ സാക്കിൻ്റെ അകത്ത് ഇങ്ങനെ 8 ന്യൂക്ലിയസും ഇങ്ങനെ ജസ്റ്റ് എവിടെയോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ആ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത ആ ഒരു ന്യൂക്ലിയസിന് ഒരു അറേഞ്ച്മെന്റ്, ഒരു മെച്യൂർ ആകുമ്പോൾ അതിനൊരു അറേഞ്ച്മെന്റ് നടത്തിയിട്ട് കുറേ പാർട്ടായിട്ട് മാറിയിട്ടാണ് ഒരു മെച്യൂർ എംബ്രിയോ സാക്ക് ആകുന്നത്. അപ്പൊ ആ ന്യൂക്ലിയസ് എന്തൊക്കെയാണ് മാറ്റം വരുന്നത് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നോക്കാം. സോ നമുക്കറിയാം എംബ്രിയോ സാക്കിന്റെ ഇവിടെ മൈക്രോപൈലാർ എൻഡ് ആണ് ഇത്. ഇതെന്താണ്? ചളാസൽ എൻഡ് ആണ്. ഓക്കെ, അത് മറന്നു പോകരുത്. സോ ഈ ഒരു 8 ന്യൂക്ലിയസിൽ 3 എണ്ണം മൈക്രോപൈലാർ റീജിയനിലേക്കാണ് പോകുന്നത്. ഓക്കെ, 8 ന്യൂക്ലിയസിൽ 3 എണ്ണം നമ്മളുടെ മൈക്രോപൈലാർ റീജിയനിലേക്ക് മൂവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അവിടെ എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും. ഓക്കെ, എഗ് അപ്പാരറ്റസ് മറന്നു പോകരുത്. എഗ് അപ്പാരറ്റസ് ആണ് മൈക്രോപൈലാർ റീജിയനിൽ ഉണ്ടാകുന്നത്. ആ ഒരു എഗ് അപ്പാരറ്റസിൽ ഒരു ന്യൂക്ലിയസ്, 3 എണ്ണമാണ് നമ്മളുടെ 8 എണ്ണം ഇപ്പൊ നടുക്കുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 8 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം ഈ ഒരു മൈക്രോപൈലാർ റീജിയനിലേക്ക് പോയിട്ട് എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും. ആ എഗ് അപ്പാരറ്റസിൽ ഒരു വലിയ സെൽ, ഓറഞ്ച് കളറുള്ളത് ഒന്ന് എഗ് സെല്ലാണ്. പിന്നെ അതിന് രണ്ട് അപ്പുറത്തെ 2 ബോഡി ഗാർഡ്സ് ഉണ്ട്. ആ ബോഡി ഗാർഡ്സിനെയാണ് സിനർജിഡ്സ് എന്ന് പറയാം. ഓക്കെ, ഒരു എഗ് സെൽ ഉണ്ടാവും. ഈ എഗ്ഗാണ് നമ്മളുടെ ഫീമെയിൽ ഗമേറ്റ് ആയിട്ട് മാറുന്നത്. ഫീമെയിൽ ഗമേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്, അതായത് ഈ ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് ഈ എഗ്ഗാണ്. സോ അതിനെ സഹായിക്കാൻ 2 സിനർജിഡ്സ് ഉണ്ടാകും, 2 എണ്ണം ഉണ്ടാകും. These cells flank the egg cell and they play a role in attracting and guiding the pollen tube. നമ്മളെ മൈക്രോപൈലാർ എൻഡിലൂടെ നമ്മളുടെ പോളൻ ട്യൂബ് വരുമ്പോൾ ആ ഒരു പോളൻ ട്യൂബിനെ എഗ്ഗിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനർജിഡ്സ്, ഈ ഗാർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 3 എണ്ണം നമ്മളുടെ എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും. ഇനി 3 എണ്ണം എന്ത് ചെയ്യും? നേരെ ചളാസൽ എൻഡിലേക്ക് പോകും. ആ ചളാസൽ എൻഡിലേക്ക് പോയിട്ട് 3 ഒരേപോലെയുള്ള 3 ആന്റിപോഡൽ സെൽസ് ആയിട്ട് മാറും. 3 ആന്റിപോഡൽ സെൽസ്. These cells are the opposite end of the embryo sac from the egg cell. egg cellന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ചളാസൽ എൻഡിലാണ് ഈ ആന്റിപോഡൽസ് കാണപ്പെടുന്നത്. Then 3 എണ്ണം എവിടെയായി? 3 എണ്ണം എവിടെയായി? അപ്പോൾ 6 ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്തു. ഇനി 2 എണ്ണം ബാക്കിയുണ്ടല്ലോ. ആ 2 എണ്ണം നമ്മൾ സെന്ററിൽ തന്നെ അങ്ങനെ നിൽക്കും. ആ സെന്ററിൽ നിൽക്കുന്ന ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ 2 എണ്ണത്തിന് നമ്മൾ പോളാർ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഈ 2 പോളാർ ന്യൂക്ലിയസിനെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെൽ. ഓക്കെ, ഒരു സെൻട്രൽ സെല്ലിൽ 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സോ ഇതാണ് ഒരു മെച്യൂർ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ. 8 ന്യൂക്ലിയസ് ഉണ്ടാകുന്നുണ്ട്. ആ 8 ന്യൂക്ലിയസ് ഇങ്ങനെ ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടായിരിക്കുക. ആ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിൽ നിന്ന് സെല്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ന്യൂസെല്ലാർ സ്റ്റേജിലേക്ക് എത്തി, സെല്ലുലാർ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ട് 3 എണ്ണം മൈക്രോപൈലുള്ള എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറും, 2 എണ്ണം പോളാർ ന്യൂക്ലിയസ് ആയിട്ട് മാറും, ബാക്കിയുള്ള 3 എണ്ണം ആന്റിപോഡൽസ് ആയിട്ട് മാറും. സോ ഇത്രയാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ അടുത്ത ക്ലാസ്സിൽ ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ നമ്മുടെ ഗമീറ്റ്സ് ഡെവലപ്പ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, സോ അതിനു മുന്നേ പോളിനേഷൻ എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്തൊക്കെയാണെന്നാണ് വരുന്ന ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത്. താങ്ക് യു.